പ്രൊജക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 3 വാല്യൂസ്: ദ ഡയറക്ടർ വാല്യൂ, പ്രൊഡ്യൂസർ വാല്യൂ, ആർട്ടിസ്റ്റ് വാല്യൂ. ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്നൊരു കാര്യമാണിത്. അപ്പോൾ ഞാൻ മാക്സിമം അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, പലപ്പോഴും നടക്കാറില്ല. ഇപ്പം അങ്കമാലി ഡയറീസ് എടുക്കുക. ഫ്രൈഡേ ഫിലിംസിൻ്റെ പ്രൊഡക്ഷനിലാണ്. ആമേൻ കഴിഞ്ഞിട്ട് ലിജോ ജോസ് ഡയറക്റ്റ് ചെയ്യുന്നു. അവിടെ പെപ്പേനെ വെച്ചിട്ടാണ് പടം ചെയ്തത്. ഒരു ഡെബ്യൂ ഡയറക്ടറാണ് എന്നെങ്കിൽ യു ഡെഫിനറ്റ്ലി ട്രൈ ടു ഗെറ്റ് എ ബാനർ. ഈ വാല്യൂ ഉള്ള ഡയറക്ടർ എന്ന് പറയുമ്പം ഒരു 1-2 പടം പൊട്ടിയാലൊന്നും വാല്യൂ പോവില്ല. എസ്പെഷ്യലി ന്യൂ പ്രൊഡ്യൂസേഴ്സ്, വെൻ യു ഗോ ഫോർ ഇറ്റ്, മേക്ക് ഷുവർ യു അറ്റാച്ച് യുവർ ബാനർ വിത്ത് അനദർ എക്സിസ്റ്റിംഗ് ബാനർ ഹു ഇസ് സക്സസ്ഫുൾ. വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അതായത് പ്രൊജക്റ്റ് ചൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ടിപ്സ് പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടേഴ്സിനും ഒക്കെ യൂട്ടിലൈസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്നൊരു കാര്യമാണിത്. അപ്പോൾ ഞാൻ മാക്സിമം അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, പലപ്പോഴും നടക്കാറില്ല. പക്ഷെങ്കിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസും കൊണ്ട് മനസ്സിലാക്കിയൊരു കാര്യമാണ്. അതായത് നമ്മൾ ഒരു പടം എടുക്കാൻ ഇറങ്ങുമ്പം നമ്മൾ പ്രീ ബിസിനസ് സംസാരിക്കുമല്ലോ, അതായത് സാറ്റലൈറ്റ്, OTT, ബാക്കിയുള്ള തിയേറ്റർ, ചാർട്ടിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പം നമുക്ക് ഒരു എങ്ങനെയാണ് ആൾക്കാർ നമ്മളെ പെർസീവ് ചെയ്യുന്നത്, അതായത് എങ്ങനെയാണ് തിയേറ്റേഴ്സ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ആൻഡ് OTT ബിസിനസ് ഈ പടത്തിനെ പെർസീവ് ചെയ്യുന്നത് എന്നുള്ള ഒരു ട്രിക്ക് ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയതാണ് കേട്ടോ. അതായത് ദർ ഇസ് 3 വാല്യൂസ്. ഒരു പ്രൊജക്റ്റിൽ 3 വാല്യൂ ആണുള്ളത്. ഒന്ന് പ്രൊഡക്ഷൻ ബാനർ വാല്യൂ, ഡയറക്ടർ വാല്യൂ, ആർട്ടിസ്റ്റ് വാല്യൂ. ഇതാണ് 3 വാല്യൂസ്. സോ ഇത് 1, 2, 3 എന്നെടുത്തോ. ഈ 3 വാല്യൂവിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യു ക്യാൻ മിക്സ് ആൻഡ് മാച്ച് ദ വാല്യൂ ആൻഡ് ഗെറ്റ് അറൌണ്ട് 2 out of 3 വാല്യൂസ്. യുവർ പ്രൊജക്ട് വിൽ ഹാവ് എ സക്സസ് റേറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, ഒരു വാല്യൂ പെർസെപ്ഷൻ നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ പ്രൊജക്റ്റിന്. ഇപ്പം ഡയറക്ടേഴ്സിനോട് കൂടിയാണ് ഞാൻ പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അങ്കമാലി ഡയറീസ് എടുക്കുക. ഫ്രൈഡേ ഫിലിംസിൻ്റെ പ്രൊഡക്ഷനിലാണ്. ലിജോ ജോസ് ഡയറക്റ്റ് ചെയ്തു. ആമേൻ കഴിഞ്ഞിട്ട് ലിജോ ജോസ് ഡയറക്റ്റ് ചെയ്യുന്നു. അവിടെ പെപ്പേനെ വെച്ചിട്ടാണ് പടം ചെയ്തത്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രൈഡേ ഫിലിം ഹൗസിന് ഒരു വാല്യൂ ഉണ്ട്, ബാനർ വാല്യൂ ഉണ്ട്. ലിജോ ജോസിന് പ്രൂവൺ വാല്യൂ ഉണ്ട്, പെപ്പെ പുതിയത്. സോ 3 പേരിൽ 3 ഇതിൽ 2 എണ്ണം അവർ അച്ചീവ് ചെയ്തു. അതായത് 2/3 അവർ അച്ചീവ് ചെയ്തു. പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നിങ്ങൾ ഓരോ പടങ്ങളും നിങ്ങൾ എടുക്കുക. അതായത് പെർസീവ്ഡ് വാല്യൂ നിങ്ങൾ നോക്കണമെങ്കിൽ, അതായത് ഇപ്പോൾ ടർബോ എടുക്കുക, മമ്മൂട്ടി കമ്പനി, ബിക്കോസ് ദേ ഹാവ് മെയ്ഡ് കണ്ടിന്യൂസ്ലി 4-5 മൂവീസ്. വാല്യൂ ഉണ്ട്, പടങ്ങളെല്ലാം ഓടിയതാണ്. മമ്മൂട്ടി ആസ് എ ബ്രാൻഡ് ആൻഡ് വൈശാഖ് ആസ് എ ബ്രാൻഡ്, 3:3. സോ പെർസീവ്ഡ് വാല്യൂ ഇസ് ഹൈ. അതായത് ഇനിഷ്യൽ കളക്ഷൻസ് ഭയങ്കര ഹൈ ആവും. ഇതേപോലെ തന്നെ നിങ്ങൾ വേറൊരു ഫ്ലോപ്പ് പടങ്ങൾ എടുക്കുക. അതായത് പുതിയ ഡയറക്ടർ, ആർട്ടിസ്റ്റ് വാല്യൂ ഇല്ല, പുതിയ പ്രൊഡ്യൂസർ, ദർ ഇസ് നോ വാല്യൂ ടു ഇറ്റ്. അതായത് 3യിൽ 0 വാല്യൂ ആണ്, 1 വാല്യൂ പോലും അവിടെ പറ്റുന്നില്ല. ഇത് ഈ പെർസീവ്ഡ് നോഷൻ എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിയേറ്ററിലേക്ക് ഇനിഷ്യൽസ് കളക്ട് ചെയ്യാനും സാറ്റലൈറ്റ് ആൻഡ് OTT ബിസിനസ് സംസാരിക്കാനും ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഈ പെർസീവ്ഡ് വാല്യൂ വരുമ്പോൾ. സോ മൈ റെക്കമെൻഡേഷൻ ഇസ് ദാറ്റ് ഒരു 2:3, അതായത് 3ൽ 2 നിങ്ങൾ അച്ചീവ് ചെയ്യാൻ നോക്കുക. ഉദാഹരണം പറഞ്ഞാൽ, യു ക്യാൻ മിക്സ് ആൻഡ് മാച്ച്. ഒരു ഡയറക്ടർ, ഡെബ്യൂ ഡയറക്ടറാണ് എന്നെങ്കിൽ യു ഡെഫിനറ്റ്ലി ട്രൈ ടു ഗെറ്റ് എ ബാനറിന് വാല്യൂ ഉള്ള ഒരു പ്രൊഡ്യൂസറിനെ എടുക്കുക. ലെറ്റ്സ് സേ ദാറ്റ് യുവർ എക്സിസ്റ്റിംഗ് പ്രൊഡ്യൂസർ ഡു നോട്ട് ഹാവ് എ ബാനർ വാല്യൂ. അതായത് ഫസ്റ്റ് ടൈം പ്രൊഡ്യൂസേഴ്സ് ഒക്കെ വരുമല്ലോ, ബാനർ വാല്യൂ ഇല്ല. സോ മേക്ക് ഷുവർ യു അറ്റാച്ച് ഇറ്റ് വിത്ത് അനദർ ബാനർ, റണ്ണിങ് ബാനർ. അതായത് പെർസീവ്ഡ് വാല്യൂ ഉള്ളൊരു ബാനറുമായിട്ട് അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി യു ഹാവ് എ വാല്യൂ ടു ഇറ്റ്. അതായത് പ്രൊഡക്ഷൻ ബാനർ വാല്യൂ വന്നു, സോ ആൻഡ് സോ ഇൻ അസോസിയേഷൻ വിത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ അവിടെ ഒരു വാല്യൂ, പ്രൊഡ്യൂസർ വാല്യൂ വരും. നിങ്ങൾ ഡെബ്യൂ ഡയറക്ടറാണ്, ദെൻ യു മേക്ക് ഷുവർ ദാറ്റ് ദി ആർട്ടിസ്റ്റ് ഈസ് വാല്യുബിൾ ആർട്ടിസ്റ്റ്. അത് 3:2 നിങ്ങൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്യുക. നേരെ മറിച്ച് പ്രൊഡ്യൂസർ പുതിയതാണ്, പക്ഷെങ്കിൽ ആർട്ടിസ്റ്റ് നല്ല ആർട്ടിസ്റ്റാണ്, അതായത് വാല്യൂ ഉള്ള ആർട്ടിസ്റ്റാണ്, വാല്യൂ ഉള്ള ഡയറക്ടറാണ്. ഈ വാല്യൂ ഉള്ള ഡയറക്ടർ എന്ന് പറയുമ്പം ഒരു 1-2 പടം പൊട്ടിയാലൊന്നും വാല്യൂ പോവില്ല. ബിക്കോസ് ക്രാഫ്റ്റ് അറിയാമോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ജനങ്ങൾ നോക്കുന്നതും ഈ സാറ്റലൈറ്റ് OTT നോക്കുന്നതും.
സി മൂവീസ് ക്യാൻ ബി സക്സസ്ഫുൾ ഓഫ് ഫെയിലിയർ. പക്ഷേങ്കിൽ ക്രാഫ്റ്റ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. വെൻ യു ലുക്ക് അറ്റ് ദ മൂവി യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഗൈ ഹാസ് ഗോട്ട് ക്രാഫ്റ്റ് ഫോർ മെനി റീസൺസ്. അതായത് ചിലപ്പം സ്ക്രിപ്റ്റ് പോരായ്മയായിരിക്കാം, ചിലപ്പം സ്റ്റോറി പോരായ്മയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മേക്കിങ്ങിൻ്റെതായിരിക്കും. പക്ഷെ ക്രാഫ്റ്റ് അവിടെ കാണും. നമ്മളൊരു പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഈ ഡയറക്ടറിന് ക്രാഫ്റ്റ് അറിയാം. മൂവീസ് ക്യാൻ ഫെയിൽ ആൻഡ് ഗോ, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. സോ ഈ ഒരു ഇക്വേഷനിൽ നിങ്ങൾ മിക്സ് ആൻഡ് മെച്ച്, എസ്പെഷ്യലി ഡെബ്യൂ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറയുക, പല ഡെബ്യൂ ഡയറക്ടേഴ്സും പെട്ടെന്ന് പ്രൊജക്റ്റ് ഓൺ ആവാൻ വേണ്ടി പുതിയ പ്രൊഡ്യൂസറിനെയും വാല്യൂ ഇല്ലാത്ത ആർട്ടിസ്റ്റിനെയും പിടിച്ചിട്ട് പടങ്ങൾ ഓണാക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ പടങ്ങൾ മജോറിറ്റി ഓഫ് മൂവീസ് ഫെയിലായി പോകുന്നത് ബോക്സ് ഓഫീസിൽ. വൺ ഓഫ് ദ റീസൺസ് ഇസ് പെർസീവ്ഡ് വാല്യൂ. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളൊരു പടം തിയേറ്ററിൽ ഫസ്റ്റ് ദിവസം ഇറക്കി ആള് വന്നില്ലെങ്കിൽ ഹോൾഡ് ഓവർ ആവും. ഹോൾഡ് ഓവർ മീൻസ് അത് ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിഫറെൻറ്റ് തിങ് ആണ്. പക്ഷെ ആള് വന്നില്ലെങ്കിൽ ചിലപ്പം ആദ്യത്തെ ഷോയ്ക്ക് ശേഷം ഷോകൾ കളിക്കുകയില്ല. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ കളിക്കണമെന്ന്. പക്ഷെ ഡിസ്ട്രിബ്യൂട്ടർ വിചാരിച്ചാലും ആളില്ലെങ്കിൽ തിയേറ്റേഴ്സ് വോണ്ട് പ്ലേ ഇറ്റ് ബിക്കോസ് ദാറ്റ്സ് എ ലോസ് ഓഫ് ടൈം. ഇപ്പം നിങ്ങൾക്ക് തന്നേക്കുന്ന 2 മണിക്കൂറിൽ 10 പേര് വന്നില്ലെങ്കിൽ നിങ്ങൾക്കറിയാം മിക്കവാറും ഉള്ള തിയേറ്റേഴ്സ് ഒന്നും, ഞാൻ PVR ഐനോക്സ് സിനിയോപോളിസിനെ കുറിച്ചല്ല പറയുന്നത്, ബാക്കിയുള്ള തിയേറ്റേഴ്സ് 10 പേരെങ്കിലും ഇല്ലാതെ അവർ ഷോ തുടങ്ങില്ല. അപ്പം 10 പേര് വരണമെന്നാണ് അവരുടെ നിർബന്ധം. അസോസിയേഷൻ്റെ ഇടയ്ക്കുള്ള ഇൻസൈഡ് ആയിട്ടുള്ള ഒരു നീക്കുപോക്കാണ് ഈ 10 പേരെന്നുള്ളത്. എന്നെ പോലും ഞാനൊരു പടത്തിന് കയറിയിട്ട് ഞങ്ങൾ 3 പേരേ ഉള്ളായിരുന്നു. ആസ് എ പ്രൊഡ്യൂസർ ഐ എം ടെല്ലിങ് യു, ഞാനൊരു പടത്തിന് കയറി, ഇവിടെ അറിയപ്പെടുന്നൊരു തിയേറ്ററിലാണ്, 3 പേരേ ഉള്ളായിരുന്നു. പടം സ്റ്റാർട്ട് ചെയ്തു, അതായത് ഓപ്പണിംഗ് ഷോട്ട് സ്റ്റാർട്ടഡ് ആൻഡ് ദെൻ മൂവി മറ്റേ തിയേറ്ററിൽ നിർത്തിയിട്ടിട്ട് ഞങ്ങളുടെ തോന്നുന്നു സാറേ 10 പേരില്ലാതെ നമുക്ക് പടം കളിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ പിടിച്ചിരുത്തിയെന്ന് ചോദിച്ചു. അത് നേരത്തെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ 7 പേരെ കൂടെ അറേഞ്ച് ചെയ്തേന്. കാരണം ഞാൻ ഓഫീസ് ടൈമിലാണ് ആ പടം പോയി കാണുന്നത്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പടമായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ 7 പേരെ ഞാൻ അറേഞ്ച് ചെയ്തേന്, ഇല്ലെങ്കിൽ ഞാനത് ഈ സമയത്ത് വരത്തില്ല. എനിവേ ദേ കോമ്പൻസേറ്റഡ്. ഞാൻ അതിന് ടിക്കറ്റ് എടുത്ത് ആസ് എ പ്രൊഡ്യൂസർ ഞാൻ അവരടുത്ത് പറഞ്ഞു എൻ്റെ പൈസ തിരിച്ചു തന്നു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ബട്ട് ദ റെസ്റ്റ് ഓഫ് ദ ഗൈസ് ദേ ഗേവ് ദം ഐ തിങ്ക് കോമ്പൻസേറ്റ് ചെയ്തു. അതായത് വേറൊരു പടം കാണാൻ വേണ്ടി അവർക്ക് അവസരം കൊടുത്തു, പ്ലസ് ആ ടിക്കറ്റിൻ്റെ പൈസ അവർക്ക് തിരിച്ചു കൊടുത്തു. ബിക്കോസ് അവരുടെ മിസ്റ്റേക്ക് ആയിരുന്നു. 10 പേരില്ലെങ്കിൽ പടം തുടങ്ങാൻ പാടില്ല എന്ന് പറയുമ്പം നമ്മൾ സീറ്റ് പോപ്കോണൊക്കെ മേടിച്ച് സീറ്റ് വന്ന് ഇരിക്കാൻ പാടില്ലായിരുന്നു. അത് അവിടം വരെ എത്തിക്കാൻ പാടില്ലായിരുന്നു അതിൻ്റെ സൂപ്പർവൈസറോ ഡ്യൂട്ടി മാനേജറോ. സോ ദാറ്റ് വാസ് ദെയർ മിസ്റ്റേക്ക്. എനിവേ, ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മേക്ക് ഷുവർ producers when you go for it, especially new producers, when you go for it, make sure you attach your banner with another existing banner who is successful. ഈ സക്സസ്ഫുൾ എങ്ങനെയാണ് സക്സസ്ഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഇക്വേഷൻസ് പല ഏരിയയിലും ഫോളോ ചെയ്യുന്ന ഒരു ഇക്വേഷൻസ് ഉണ്ട്. 100% എടുക്കുമ്പം ആവറേജ് നിങ്ങൾക്ക് എടുക്കാൻ അറിയാം, പെർസെൻറ്റേജ് ആവറേജ്. അപ്പോൾ ചില പ്രൊഡക്ഷൻ ഹൗസ് നോക്കിക്കഴിഞ്ഞാൽ 10 പടം എടുത്ത് 10 ഫ്ലോപ്പ്. സോ ദേ ഡോണ്ട് ഹാവ് എ പെർസീവ്ഡ് വാല്യൂ. ലെറ്റ്സ് സേ ഫോർ ഇൻസ്റ്റൻസ് 8 പടം 10 പടം അവർ എടുത്തിട്ട് 7 പടം ഹിറ്റും 3 പടം ഫ്ലോപ്പ് ആണെങ്കിൽ ദേ ഗെറ്റ് എ 70% വാല്യൂ. അതായത് ഞാൻ പറയുന്നത് സോഷ്യൽ വാല്യൂ ആണ്, വാല്യൂ ഓഫ് ബിസിനസ്. അപ്പോൾ അങ്ങനെ കുറേ ഇക്വേഷൻസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും പരസ്യമായിട്ടൊന്നും ആരും പറയില്ല. ബട്ട് ദിസ് ഇസ് ഹൗ the guys in responsible position take decisions. അതായത് ബാനറിന് വാല്യൂ വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പുതിയ പ്രൊഡ്യൂസേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പടം പിടിക്കാൻ ഇറങ്ങുമ്പം if it is a debut director and if it is a new artist, don't do it. Be extremely careful in doing it, because അവിടെ എന്ന് പറഞ്ഞാൽ സീറോ വാല്യൂ, 3 പേർക്കും വാല്യൂ ഇല്ല. If you are going with a debut director, go with an actor who has some sort of business. Plus അത് മാത്രം പോരാ, you need to attach yourself with another banner who has a prominent value. അപ്പോൾ ആ ബാനറിൻ്റെ പേര് യൂസ് ചെയ്യണമെങ്കിൽ അവരുമായിട്ട് ഡീല് സൈൻ ചെയ്ത് നിങ്ങൾ എടുക്കുമ്പം you have to share your profits or whatever it is. പൈസ ഇടുന്നത് അത് പല ഇക്വേഷൻസ് ഉണ്ട്. സോ യു ഹാവ് ടു ഡു ദാറ്റ്. ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ, പുതിയ പ്രൊഡ്യൂസേഴ്സിനെയും പുതിയ ആർട്ടിസ്റ്റിനെയും വെച്ച് പടം എടുക്കുമ്പോൾ എക്സ്ട്രീം റിസ്ക് ആണ്. പടം വർക്കൗട്ട് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വർക്കൗട്ടായ പടങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്ന് തണ്ണീർമത്തൻ ദിനങ്ങൾ, നിങ്ങൾക്ക് ആ പടം അറിയാം. അങ്ങനെ ഇവിടെ പല പടങ്ങളും വർക്കൗട്ട്. ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ ഒരു പടം വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷെ ദിസ് ഇസ് I would say 1 in 100 chances of getting that success. ആ റിസ്ക് നിങ്ങൾ എടുക്കണോ? 99% പെർസീവ്ഡ് ഫെയിലിയർ ആണ്, 1% ആണ് സക്സസ് റേറ്റ് ഉള്ളത്. അപ്പോൾ ആ പെർസീവ്ഡ് റിസ്ക് നിങ്ങൾ എടുക്കണോ എന്നുള്ളത് ഡയറക്ടേഴ്സ് നിങ്ങൾ ആലോചിച്ച് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഒരു ഡയറക്ടറിൻ്റെ അവസ്ഥ, അതായത് ഒരു ഫ്ലോപ്പ് ഡയറക്ടറിൻ്റെ അവസ്ഥ അറിയണമെങ്കിൽ പ്ലീസ് ടോക്ക് ടു എ ഗൈ ഹൂ ഹാസ് ഗിവൺ ഡെബ്യൂ മൂവി ഫ്ലോപ്പ്. നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കുക, how tough it is to get the second movie.
എല്ലാവർക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി, എനിക്ക് ഒന്നോ രണ്ടോ പേരെ എനിക്ക് അറിയത്തുള്ളൂ ഫസ്റ്റ് മൂവി ഫ്ലോപ്പായിട്ട് പെട്ടെന്ന് വേറൊരു മൂവി അവർക്ക് കിട്ടിയത്. അത് കിട്ടാനുള്ള കാരണം ആ ക്രാഫ്റ്റാണ്. ഫസ്റ്റ് മൂവി ഫ്ലോപ്പായ ഒരു ഡയറക്ടറിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ക്രാഫ്റ്റ് ആയിരുന്നു. അതായത് ആ പടത്തിന് ആ മേക്കിംഗ് ക്വാളിറ്റി ഉണ്ടായിരുന്നു. സോ അതും കൊണ്ടാണ് ആ സെക്കൻഡ് മൂവി കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് റെസ്റ്റ് ഓഫ് ദ ഗൈസ് ഇറ്റ്സ് വെരി ചലഞ്ചിങ്. ഇപ്പം ഡെബ്യൂ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, വെൻ യു ടേക്ക് ഒപ്പീനിയൻസ് ഇൻ ദി ഇൻഡസ്ട്രി, നിങ്ങൾക്ക് പരിചയക്കാരുണ്ടെങ്കിൽ ഒരു ഫ്ലോപ്പ് ഡയറക്ടർ, അട്ടർ ഫ്ലോപ്പായ ഒരു പടത്തിൻ്റെ ഒരു ഡയറക്ടറുടെ അടുത്ത് നിങ്ങൾ സംസാരിച്ച് കഴിയുമ്പം ഹിസ് ചലഞ്ചസ് അറിയാം. കാരണം എനിക്ക് തന്നെ അറിയാം. ഞാനൊരു കോൾ ഔട്ട്, മറ്റേ ഫസ്റ്റ് ഫ്ലോപ്പ് ഡയറക്ടറിൻ്റെ കോൾ ഔട്ട് ചെയ്തിട്ട് മെനി ഓഫ് ദ ഗൈസ് എന്നെ വിളിച്ച ഒരുപാട് പേരുണ്ട്. അത് നെക്സ്റ്റ് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി. അതിനകത്ത് ഒന്ന് രണ്ട് പേർക്ക് ഞാൻ ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുമുണ്ട്. പ്രൊജക്റ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് റെസ്റ്റ് ഓഫ് ദ ഗൈസ് ദേ ആർ നോട്ട് ഈവൻ ഏബിൾ ടു അക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് ഈസ് എ ഫെയിലിയർ. ഇപ്പം ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടറും കൂടാണ്. എല്ലാ മൂവിയുടെയും കളക്ഷൻസ് എനിക്കറിയാം. ഇപ്പം ഏത് മൂവി ആണെങ്കിലും എനിക്ക് ആ ഡിസ്ട്രിബ്യൂട്ടറിനെ വിളിച്ചിട്ട് എത്ര രൂപ കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിക്ക് അകത്ത്, അതായത് സെയിം ഡിസ്ട്രിബ്യൂട്ടർ ടു ഡിസ്ട്രിബ്യൂട്ടർ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹോണസ്റ്റ് ആയിട്ട് പറയും. പുറത്തുള്ള സോഷ്യൽ മീഡിയ തള്ളു കാണും 20 കോടി 50 കോടി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഡിസ്ട്രിബ്യൂട്ടർ ടു ഡിസ്ട്രിബ്യൂട്ടർ ഞങ്ങൾ ഹോണസ്റ്റ് ആയിട്ട് പറയും, ഇത്ര രൂപയാണ് ഷെയർ വന്നത്, ഇത്ര രൂപയാണ് ഗ്രോസ് വന്നതെന്ന് പറയും. സോ എന്നെ വിളിച്ച ഒരു ഡയറക്ടറിനെ വിളിച്ചിട്ട് പുള്ളിയുടെ മൂവി ഭയങ്കര ഇതായിരുന്നു, മറ്റേ ക്രിട്ടിക്സ് ഇത് ചെയ്തു, തിയേറ്ററിൽ വർക്കൗട്ടായി എന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിച്ചപ്പം തിയേറ്ററിൽ ടോട്ടൽ കളക്ഷൻ കിട്ടിയത് 85,000 റുപ്പീസാണ് ഷെയർ വന്നത്, പ്രൊഡ്യൂസർ ഷെയർ വന്നത്, ഫോർ എ മൂവി ഓഫ് 3.25 crore. 3.25 കോടി രൂപ മുടക്കിയ ഒരു മൂവിയുടെ ഷെയർ 85,000 ആയിരുന്നു പ്രൊഡ്യൂസർ ഷെയർ. അതും പോസ്റ്ററിൻ്റെ കാരണവും പറഞ്ഞ് മറ്റേ ഇതിൻ്റെ പോസ്റ്റർ പേസ്റ്റിംഗ് ചാർജസും പോസ്റ്റർ ചാർജസും പബ്ലിസിറ്റിയും റപ്പ് ബാറ്റയും എല്ലാം കൂടെ ചേർന്നിട്ട് പല തിയേറ്ററിൽ നിന്നും മീനിയൽ എമൗണ്ട് ആയതുകൊണ്ട്, അതായത് 4,000 രൂപ 3,000 രൂപ ആയതുകൊണ്ട് ആ പ്രൊഡ്യൂസറിന് ആ പൈസ കിട്ടിയുമില്ല പല തിയേറ്ററിൽ നിന്ന്. ഇതാണ് വാസ്തവം. പക്ഷേ ഡയറക്ടറിൻ്റെ അടുത്ത് എന്താ പറഞ്ഞ്, പടം ആവറേജ് കളക്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു കുറേ കഥ പറഞ്ഞു. പക്ഷേ ഡയറക്ടേഴ്സ്, വെൻ യു ടോക്ക് ടു എ പ്രൊഡക്ഷൻ ഹൗസ് ഓർ ഗൈസ് ഹു ഹാവ് ആക്സസ് ടു ഡിസ്ട്രിബ്യൂഷൻ പ്രൊഡക്ഷൻ ഹൗസിലൊക്കെ സംസാരിക്കുമ്പം ഈ നമ്പേഴ്സ് നിങ്ങൾ ഒരിക്കലും ഫെയർ എനഫ് ആയിട്ട് പറയുക, പടം പൊട്ടും. അതിന് നിങ്ങൾ ജാള്യതയൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. നിങ്ങളുടെ പടം വർക്കൗട്ട് ആയില്ല, ഫസ്റ്റ് മൂവി വർക്കൗട്ട് ആയില്ല, എൻ്റെ ഫസ്റ്റ് മൂവി വർക്കൗട്ട് ആയില്ല, കളക്ഷൻസ് പോരായിരുന്നു. ഒരു കാരണവശാലും നിങ്ങൾ പ്രൊഡ്യൂസറിനെയോ ഡിസ്ട്രിബ്യൂട്ടറിനെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കഥയുമില്ല. വർക്കൗട്ട് ആയില്ല. അത് ഓണസ്റ്റ് ആയിട്ട് നിങ്ങളങ്ങ് പറയുക, പ്രശ്നം തോന്നുന്നല്ലോ. ബട്ട് വെൻ യു സ്റ്റാർട്ട് ടു കുക്ക് നമ്പേഴ്സ് ആൻഡ് ടെൽ ദ പ്രൊഡ്യൂസർ, ഓക്കെ ലിസൺ ദിസ്, എൻ്റെ മൂവി ഇത്ര കോടി രൂപ ഉണ്ടാക്കി എന്ന് പറയുമ്പം വി ഫീൽ ദാറ്റ് യു ഹാവ് നോട്ട് അക്സെപ്റ്റഡ് ഫെയിലിയർ. ഈ ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ അതിനകത്ത് മിസ്റ്റേക്ക് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നതാണ് എപ്പോഴും ഒരു ലോങ് ടേം റണ്ണിങ്ങിന് നല്ലത്. അപ്പോൾ എന്നെ കേൾക്കുന്ന ആർട്ടിസ്റ്റിനടുത്തും, പല ആർട്ടിസ്റ്റുകളും എന്നെ ഫോളോ ചെയ്യുന്നതെന്നറിയാം, സബ്സ്ക്രൈബേഴ്സെല്ലാം ഉണ്ടെന്നറിയാം. ആർട്ടിസ്റ്റിനടുത്ത് ഞാൻ പറയുന്നത്, അപ്കമിങ് ആർട്ടിസ്റ്റ്, വെൻ യു വർക്ക് ഇൻ എ പ്രൊഡക്ഷൻ ബാനർ, മേക്ക് ഷുവർ ദാറ്റ് ദ പ്രൊഡക്ഷൻ ബാനർ ഹാസ് എ വാല്യൂ, ഡയറക്ടർ ഹാവ് എ വാല്യൂ. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല. പുതിയ പ്രൊഡ്യൂസർ, പുതിയ ഡയറക്ടർ, ചവറ് സ്ക്രിപ്റ്റ്, സ്റ്റോറി വർക്കൗട്ട് ആകത്തില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ബട്ട് യു സ്റ്റിൽ ഡു ഇറ്റ് ഫോർ ദ സേക്ക് ഓഫ് ഗെറ്റിംഗ് മണി. കാരണം പൈസ ഉണ്ടെങ്കിലേ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നല്ല ബാനറിൻ്റെ വർക്ക് വരിക, നല്ല ഡയറക്ടറിൻ്റെ വർക്ക് വരുവാണെങ്കിൽ 10 രൂപ കുറച്ച് അവർ നെഗോഷിയേറ്റ് ചെയ്യുവാണെങ്കിൽ 10 രൂപ കുറച്ചെങ്കിലും അതിനകത്ത് കയറി പറ്റാൻ നോക്കുക. ബിക്കോസ് ദ മൂവി ഹാസ് എ പെർസീവ്ഡ് വാല്യൂ. അതായത് ഒരു സാറ്റലൈറ്റ് വെച്ചിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. ഈ പുതിയ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് നോ ഹൗ ടു ഗെറ്റ് ദ ബിസിനസ് ഡൺ. കാശൊക്കെ മുടക്കി പടമൊക്കെ പിടിക്കും, പക്ഷേ ഇത് കച്ചവടം ചെയ്തു തരാൻ ഈ പടം പിടിപ്പിച്ചവന്മാരെയും ഈ പടം കൊണ്ടുവന്നവന്മാരും ആരും കാണത്തില്ല. ഇത് ബിസിനസ് ആക്കി തരാൻ വേണ്ടി. ഐ എം ടോക്കിംഗ് സാറ്റലൈറ്റ്, OTT, മ്യൂസിക്, തിയേറ്റേഴ്സ്, ഓൾ ദോസ് തിങ്സ്. ഇത് ആരും കാണത്തില്ല. റീമേക്ക്, പ്രീക്വൽ, സീക്വൽ, ഇതൊന്നും ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഒരാളും നിൽക്കത്തില്ല. എല്ലാവരും മൂവി എടുക്കാൻ നിൽക്കും. മൂവി ഷൂട്ട് കഴിഞ്ഞ് പടം എങ്ങനെയെങ്കിലും ഇറക്കാൻ പറയും. ഇറക്കി കഴിയുമ്പം കൈ എല്ലാം പൊള്ളി കഴിയുമ്പോഴത്തേക്കിന് പിന്നെ ആരും കാണത്തില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കയ്യിൽ കണ്ടിന്യൂസ് പൈസ വേണം. സോ പെർസീവ്ഡ് വാല്യൂ നിങ്ങൾ നോക്കുക. പിന്നെ പെർസീവ്ഡ് വാല്യൂ പ്രൊഡ്യൂസേഴ്സിന് ഞാൻ പറയുക, പെർസീവ്ഡ് വാല്യൂ കിട്ടണമെങ്കിൽ നിങ്ങളുടെ പടങ്ങൾ ഓടണം. ഇവിടെ പല പ്രൊഡക്ഷൻ ഹൗസും ഉണ്ട്. 6 പടം എടുത്തിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസ് 6ഉം ഫ്ലോപ്പ്, 13 പടം എടുത്തിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസിൻ്റെ 12 പടവും ഫ്ലോപ്പ്. അങ്ങനെ ഫ്ലോപ്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കുന്ന പ്രൊഡക്ഷൻ ഹൗസസ് ഉണ്ട്. ബിക്കോസ് ദെയർ ഇൻറ്റൻഷൻ, അത് വേറൊരു എപ്പിസോഡിൽ പറയേണ്ട കാര്യം, ദെയർ ഇൻറ്റൻഷൻ ഇസ് നോട്ട് ടു മേക്ക് മണി.
ദർ ഇൻറ്റൻഷൻ ഇസ് ടു ബുക്ക് ദി എക്സ്പെൻസസ് ഓഫ്. ഗവൺമെൻറ് ടാക്സ് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ വണ്ടി എടുക്കുന്ന പോലെ ഐ എം ടേക്കിംഗ് എ വെഹിക്കിൾ, ഐ എം നോട്ട് ഗോയിങ് ടു പേ ടാക്സ് ആൻഡ് ദ അഡ്വാൻസ് ടാക്സ്. അത് ഒരു ഫുള്ളി ഡിഫറെൻറ്റ് സബ്ജക്റ്റാണ്. അത് നമുക്ക് അപ്പം എന്നെ കേൾക്കുന്ന എല്ലാ ടെക്നീഷ്യന്മാരുടെ അടുത്തും ഡയറക്ടേഴ്സിൻ്റെ അടുത്തും ഒക്കെ ഞാൻ പറയുന്നത്, നിങ്ങളൊരു കഥ കേൾക്കുമ്പം, ഇപ്പം മ്യൂസിക് ഡയറക്ടേഴ്സ് ആയാലും ഈ ഇൻഡസ്ട്രിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആളുടെ അടുത്ത് പറയാം, നിങ്ങളൊരു കഥ കേൾക്കുമ്പം സാമ്പത്തിക ലാഭത്തിന് നിങ്ങൾ പടങ്ങൾ ചെയ്യുക. പക്ഷെങ്കിൽ റെസ്റ്റ് ഓഫ് ദ തിങ്സ്, ഇഫ് യു ആർ ചൂസി ഗൈ, ഇഫ് യു ക്യാൻ സർവൈവ്, അതായത് ഞാനൊരു നടനെടുത്ത് പറഞ്ഞോളൂ, സാമ്പത്തികം ഉണ്ടായി കഴിഞ്ഞെങ്കിൽ ഇറ്റ്സ് ടൈം ഫോർ യു ടു ടേക്ക് കെയർ ഓഫ് ദ തിങ്. ഇത് ഞാനൊരു 4 വർഷം മുമ്പ് ഒരു നടനെടുത്ത് പറഞ്ഞതാണ്. ആ നടൻ്റെ കരിയർ താഴെ പോയി ഇപ്പം പടങ്ങളെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. ബിക്കോസ് ഉള്ള ചവറ് പടത്തിനകത്തൊക്കെ പോയി അഭിനയിച്ചിട്ട് ഒരു പ്രൊഡക്ഷൻ ബാനറും ഇന്ന് ആ നടനെ വെച്ചിട്ടൊരു പടം എടുക്കാൻ തയ്യാറാവുന്നില്ല. കാരണം ഹി റാൻ ബിഹൈൻഡ് മണി. ഇപ്പം ഞാനൊരു 4 വർഷം മുമ്പേ നടനെടുത്ത് പറഞ്ഞതാണ്, പൈസ ഉണ്ടാക്കി തീർന്നെങ്കിൽ, അതായത് ഇഫ് യു ഹാവ് മെയ്ഡ് ഇനഫ് മണി, സ്റ്റാർട്ട് ചൂസിങ് റൈറ്റ് സ്ക്രിപ്റ്റ് ഫോർ യു ഫോർ എ സ്ട്രാറ്റജൈസ്ഡ് ഗ്രോത്ത്. സ്ട്രാറ്റജി വെച്ച് ഗ്രോ ചെയ്യണം. അതായത് അടുത്ത് ചെയ്യുന്ന അടിപ്പടമാണോ, നെക്സ്റ്റ് ലൈനപ്പിൽ അടിയാണോ, ഇങ്ങനെ നിങ്ങളെ എങ്ങനെയാണ് നിങ്ങൾക്ക് പാക്കേജ് ചെയ്യാൻ താല്പര്യമുള്ളത് അതിനനുസരിച്ചുള്ള പടം ചെയ്യുക, അല്ലേ അങ്ങനെയുള്ള പടങ്ങൾ ഉണ്ടാക്കപ്പെടുക. ഇപ്പം നടന്മാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു കഥ കേൾക്കുമ്പം, അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പറയാം, നിങ്ങളൊരു കഥ കേട്ട് നിങ്ങളിത് നോക്കുമ്പം യു ചെക്ക് ഹൂ ഈസ് എ പ്രൊഡക്ഷൻ ബാനർ, ഹൂ ഈസ് എ ഡയറക്ടർ, ഹൂ ഈസ് എ ആർട്ടിസ്റ്റ്. ഈ 3-ൽ 2 എണ്ണത്തിനെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് കൈ കൊടുക്കാം. ബിക്കോസ് ദർ ഇസ് എ പെർസീവ്ഡ് വാല്യൂ ടു. 3-ൽ 3 വേണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ഒരു സ്റ്റാർ ഡയറക്ടറിനെ വെച്ചിട്ട്, സ്റ്റാർ ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഞാനൊരു പടം ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് 3-ൽ 3 വാല്യൂ, ബിക്കോസ് ഐ ഹാവ് എ പ്രൊഡക്ഷൻ ബാനർ വാല്യൂ. സോ ആ ബാനർ വാല്യൂ സസ്റ്റെയിൻ ചെയ്യാനും എക്സ്റ്റെൻഡ് ചെയ്യാനുമാണ് ഞാൻ ശ്രമിക്കുന്നത്. സോ വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ യു ഗൈസ് ഇസ് ദാറ്റ് ഈ ഒരു ഇക്വേഷൻസ് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇതൊരു ടിപ്സാണ്. ഇതിനകത്ത് സ്ക്രിപ്റ്റിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല, അതൊക്കെ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത. സ്റ്റോറി, സ്ക്രിപ്റ്റ്, ഇതെല്ലാം നിങ്ങൾ ചൂസ് ചെയ്തു ഫൈനൽ സ്റ്റേജിൽ വരുമ്പം ഈ പ്രിസീവ്ഡ് വാല്യൂയും കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഐ എം 100% ഷുവർ ദാറ്റ് യുവർ മൂവി വിൽ മേക്ക് ബിസിനസ്. പ്രീ ബിസിനസ് ചിലപ്പം നടക്കും, ചിലപ്പം പോസ്റ്റ് ആയിരിക്കും, ബട്ട് ദർ ഇസ് എ വാല്യൂ ടു ഇറ്റ്. പിന്നെ പോസ്റ്റ് ബിസിനസ് നടക്കാൻ പടം ഓടിയാൽ മതി. ഇതൊന്നും ഈ 3x3 വാല്യൂ ഒന്നും, ഇപ്പം ഏറ്റവും വലിയ നടനെ വെച്ച് ഏറ്റവും നല്ല ബാനർ, ഏറ്റവും വലിയ ഡയറക്ടർ ഒരു പടം എടുത്ത് പടം പൊട്ടുന്നു, അപ്പോൾ അതിന് എന്ത് വാല്യൂ ഉള്ളത്? ദാറ്റ് ഹാസ് ഗോട്ട് എ മിനിമം റെസിഡ്യുവൽ വാല്യൂ എന്ന് പറയും. റെസിഡ്യുവൽ വാല്യൂ ഉണ്ട്. അതായത് നിങ്ങളൊരു 20 കോടി രൂപയ്ക്ക് പടം എടുത്താൽ ഒരു 5 കോടി രൂപയ്ക്ക് നിങ്ങൾക്കത് സാറ്റലൈറ്റ് OTT ബിസിനസ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നടനൊരു വാല്യൂ ഉണ്ട്. സോ ലോങ് ടേം എഫക്റ്റിൽ പീപ്പിൾ മൈറ്റ് കണ്ടിന്യൂ വാച്ചിങ് ഹിസ് മൂവി. ഇതാണ് ഒരു എഫക്റ്റ്, റെസിഡ്യുവൽ വാല്യൂ എന്നാണ് അതിന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു അറിയപ്പെടാത്ത ആൾക്കാരെ വെച്ചിട്ട് പടം എടുത്തു, പടം ഓടിക്കഴിഞ്ഞാലും നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മിനിമം ബിസിനസ് കിട്ടും. ഇപ്പം ഒരു വാല്യൂ ഇല്ലാത്ത ഒരു നടിയെ വെച്ചിട്ട് നിങ്ങൾ പടം എടുത്ത് പുതിയ ഡയറക്ടർ, പുതിയ പ്രൊഡ്യൂസർ, പടം വമ്പൻ ഹിറ്റ്, സൂപ്പർ ഹിറ്റ് അടിച്ചെന്ന് ചോദിക്കുക, നിങ്ങൾക്കൊരു 5 കോടി രൂപ ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് 5 crore യു വിൽ ഗെറ്റ് ഫോർ സാറ്റലൈറ്റ് OTT സെയിൽ ഈസി ആയിട്ട് കിട്ടും. പക്ഷെങ്കിൽ യുവർ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ദാറ്റ് വൺ ഈസ് 1%. 99% റിസീവ്ഡ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ബിസിനസ് നടക്കത്തില്ല, പടം ഓടത്തില്ല, ഇനിഷ്യൽ വരത്തില്ല. ബിക്കോസ് ഇപ്പോൾ പ്രേക്ഷകർ തന്നെ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയി. കാരണം പ്രേക്ഷകർക്ക് ടെക്നീഷ്യന്മാരുടെ പേരുകൾ അറിയാം, ആരാ മ്യൂസിക് ചെയ്തതെന്ന് അറിയാം, DOP ആരാന്നറിയാം. സോ ദിസ് ഓൾ പ്രിസീവ്ഡ് വാല്യൂസ്. ടെക്നിക്കൽ ലൈനപ്പിൽ ഡയറക്ടറിൻ്റെ പ്രിസീവ്ഡ് വാല്യൂ, ഡയറക്ടറിന് ഇതിനു മുമ്പ് പടം, പ്രൊഡക്ഷൻ ബാനറിൻ്റെ പടങ്ങൾ ഏതൊക്കെയാണ്, നടൻ അഭിനയിച്ച പടങ്ങൾ ഏതൊക്കെ, ഇതൊക്കെ പീപ്പിൾ ആർ ഹൈലി എഡ്യൂക്കേറ്റഡ് നൗ ബിക്കോസ് ഓഫ് സോഷ്യൽ മീഡിയ. So this is my recommendation of this the perceived value. So project value എന്ന് പറയുന്നത്, I am recapping it, 3 values: the director value, producer value, artist value. So make sure you get any 2 of them to go ahead with the project. ഒരെണ്ണമാണ് കിട്ടുന്നതെങ്കിലും പ്രൊജക്റ്റുമായിട്ട് മുമ്പോട്ട് പോകരുത്. You make sure you change the equation to make it at least 2. അതായത് ചേഞ്ച് ദ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ഡയറക്ടറിനെ മാറ്റാനല്ല ഞാൻ പറയുന്നത്. യു ഹാവ് ഓപ്ഷൻ ടു ചേഞ്ച് ദി ആർട്ടിസ്റ്റ്, യു ഹാവ് ഓപ്ഷൻ ടു ചേഞ്ച് ദ പ്രൊഡ്യൂസർ ഓർ ആഡ് ഓൺ എ പ്രൊഡ്യൂസർ. പിന്നെ ഈ നടൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഇതുകൊണ്ടാണ് നിങ്ങൾക്കറിയാമല്ലോ പല പടത്തിലും ഗസ്റ്റ് റോൾസ് കൊണ്ടുവരുന്നത്. ഈ ചേഞ്ച് ദ ഇക്വേഷൻ്റെ ഭാഗമാണ് സീനിയർ നടന്മാർക്ക് പൈസ കൊടുത്തിട്ട് ഗസ്റ്റ് റോളായിട്ട് അവരെ ഇറക്കുന്നത്, ടു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദ മൂവി. ഇപ്പം ഈ ഒരു പെർസീവ്ഡ് വാല്യൂ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ഓസ്ലർ എന്ന് പറയുന്ന പടം മിഥുൻ എടുത്ത പടമാണ്. എനിക്ക് പേഴ്സണലായിട്ട് ആ ടീമിനെ മൊത്തം അറിയുന്നതാണ്.
that movie, that value increased when Mammootka came into the equation. അതായിരുന്നു അവരുടെ സ്ട്രാറ്റജി. ആ മമ്മൂക്കേനെ അവിടെ കൊണ്ടുവന്നപ്പോഴാണ് ഓസ്ലർ എന്ന് പറയുന്ന പടത്തിന്റെ വാല്യൂ, പെർസീവ്ഡ് വാല്യൂ ഇൻക്രീസ് ആയത്, ഇനിഷ്യൽസ് വന്നത്, ബിസിനസ് നടക്കാൻ പറ്റിയത്. സോ ദീസ് ആർ ദ തിങ്. ബിക്കോസ് മിഥുൻ മാനർ ഓൾറെഡി ഹാവ് എ വാല്യൂ ആസ് എ ഡയറക്ടർ. ജയറാം ഹാസ് എ വാല്യൂ, ബട്ട് ദേ വാണ്ടഡ് ടു ഇൻക്രീസ്. ബിക്കോസ് ചെറിയ ബഡ്ജറ്റിലുള്ള പടമല്ലായിരുന്നു ആ പടം, വലിയ ബഡ്ജറ്റിലുള്ള പടമാണ്. അപ്പം അതിന് ആ പെർസീവ്ഡ് വാല്യൂ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ മമ്മൂക്കേനെ പോലെ ഒരു സീനിയർ നടൻ വന്നാലേ പെർസീവ്ഡ് വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. So these are the examples you can say. There is a lot of examples. You can look around. നിങ്ങൾ ഈ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഓടിയ പടങ്ങൾ, ഓടാത്ത പടങ്ങളുടെ ഒക്കെ നിങ്ങൾ എടുക്കുക, നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് പഠിക്കുക. So you will understand what I am trying to tell you. Anyway guys, thank you very much for the subscriptions, likes and share. നമുക്ക് ഡെഫിനറ്റ്ലി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു.